അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇൻസ്റ്റാഗ്രാമിൽ തുണി അയച്ചാടുന്ന പെൺകുട്ടികളുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയാണ് സുഹൃത്തുക്കളെ. പർപ്പിൾ ചേച്ചിക്കും തുമ്പി ചേച്ചിക്കും ഒക്കെയായി പുതിയൊരു പിൻഗാമി കൂടി എത്തിക്കഴിഞ്ഞു. അഴിഞ്ഞാട്ടെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും, ആഭാസം എന്നൊക്കെ വിളിക്കേണ്ടി വരും. അമ്മാതിരി വീഡിയോകളാണ് പഠിച്ചു വിടുന്നത്. എന്താണ് ഞാൻ പറഞ്ഞു നീട്ടുന്നില്ലേ, ഈ അവതാര പിറവിയെ നിങ്ങൾ തന്നെ കണ്ട് അനുഭവിച്ചോളൂ. ചില വീഡിയോസ് കണ്ടു നോക്കാം. ഒരു സ്വകാര്യം പറയട്ടെ, പാല് കുടിക്കുന്നതേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. ബൈ. കണ്ടിട്ട് മൊത്തം ഒരു ചീപ്പ് ലുക്ക്. നീ പാലോ ചായോ എന്താന്ന് വെച്ചാ പോയി കുടിക്ക്. ചെല്ലി. അതെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഊരാ സഹായിക്കും, പിന്നെ എന്നാന്നേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടാൻ സഹായിക്കാത്തെ? കമന്റിൽ പറയോ. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന മരുന്ന് മുടങ്ങാതെ കഴിച്ചിരുന്നെങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയ. ഞാൻ എത്ര മാസ്ക് വെച്ചാലും ഇവളുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇവളെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു വെറൈറ്റിക്ക് വേണ്ടി വെച്ചതാകും, എന്നാലല്ലേ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി പറഞ്ഞാലും ഒരു കടങ്കഥ പറയട്ടെ. നുണഞ്ഞു കഴിക്കുന്നതിനെ ഐസ്ക്രീമിന് 2ാം സ്ഥാനം, അപ്പൊ 1ാം സ്ഥാനം എന്തിനാ? ദരിദ്രവാസി. ഹായ്, ഞാൻ നിങ്ങളുടെ അപർണയാണേ. അതെ, ഞാൻ ഇന്നൊരു ചലഞ്ച് ചെയ്യാൻ പോവാ, നമുക്ക് നോക്കിയാലോ? നീ എന്താ പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞടാ. ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഇവറ്റേക്ക് നാം. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നേ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ യവക്കൊക്കെ ഇത് എന്തൊരു തരിപ്പ് കേറി കിടന്ന് തിളയ്ക്കണം എന്നാണല്ലോ അറിഞ്ഞുകൂടാത്തത്. ഇപ്പൊക്കെ കാണിക്കണേ. അതെടാ ഒരു സുന്ദരി പ്രാവ്. ഓടാ ബ്ലഡി ഫൂൾ ഇഡിയറ്റ്. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? അതെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഊരാ സഹായിക്കും, പിന്നെ എന്നാന്നേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടാൻ സഹായിക്കാത്തെ? കമന്റിൽ പറയോ. ബൈ. കൊല്ലടാ ഈ പന്നിയെ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.